ഹായ് ഓൾ, എല്ലാവർക്കും ട്രേഡ് ടോക്സിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം. ഞാൻ സുനിൽ, ട്രേഡ് കോച്ച് ആൻഡ് പ്രൊഫഷണൽ ഓപ്ഷൻ സെല്ലർ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു സീക്രട്ട് അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ P&L റിപ്പോർട്ട്സ് എല്ലാ വീക്കിലും പബ്ലിഷ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ പലരും ചോദിക്കുന്ന കുറച്ച് ഡൗട്ടുകൾ ഞാൻ ക്ലാരിഫൈ ചെയ്യുകയാണ്. എങ്ങനെയാണ് ഞാൻ അതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എൻ്റെ P&L എല്ലാ വീക്കിലും ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് റെഗുലറായിട്ട് കാണുമ്പോൾ പലരും ചോദിച്ചു എങ്ങനെയാണ് ഈ ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നിലനിർത്തുന്നതെന്ന്. സോ എൻ്റെ കയ്യിൽ കുറേ ലോങ് പൊസിഷൻസ് ഉണ്ട്, കുറേ വീക്കിലി പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ വീക്കിലി പൊസിഷൻസിൽ നിന്നും ഈ ഒരു ചിലപ്പോൾ ലോങ് പൊസിഷൻസ് ഒരു പക്ഷേ സ്ട്രാഡിലാവാം, സ്ട്രാങ്കിളാവാം, അത് ഞങ്ങൾക്ക് കാണാനായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ വീക്കിലി എല്ലാം വൺ സൈഡ് സെല്ലാണല്ലോ, ഇത് ബ്ലൈൻഡ് റിസ്ക് ആണല്ലോ എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി കൊടുക്കുക, അത് എൻ്റെ ഒരു സീക്രട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് മിഷനാണ്. അതിനെ നമ്മൾ റെഫറൻസ് ട്രേഡ് എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. എന്താണ് ആ വേർഡ്? റെഫറൻസ് ട്രേഡാണ്. നെക്സ്റ്റ് വീക്കിൻ്റെ അല്ലെങ്കിൽ കറണ്ട് മന്ത് എൻഡിൻ്റെ ഒരു 3 ആഴ്ച അപ്പുറത്തുള്ള ഒരു സ്ട്രാഡിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അയൺ ഫ്ലൈ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, എനിവേസ് അതൊരു സ്ട്രാഡിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സ്ട്രാഡിലാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് സ്പോട്ടിൽ മാർക്കറ്റ് എക്സ്പയറി ആവുകയാണെങ്കിൽ വി ഗോട്ട് എ ജാക്ക്പോട്ട് ആണല്ലോ. നമുക്ക് വളരെ മികച്ച മോർ ദാൻ 10% ഒരു മികച്ച റിട്ടേൺ കിട്ടും. എല്ലാ ആളുകൾക്കും അതറിയാം. നേരെ മറിച്ച് ഈ ഒരു ട്രേഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പല ആളുകളും പല ടൈപ്പ് ഓഫ് ഫയർ ഫൈറ്റിംഗ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യാറ്. ചില ആളുകൾ പൊസിഷൻസ് ഷിഫ്റ്റ് ചെയ്യും, ചില ആളുകൾ എന്ത് ചെയ്യും, ആവറേജ് ചെയ്യും, ചില ആളുകൾ പിന്നെ എന്ത് ചെയ്യും, എക്സ്ട്രാ സെല്ല് ചെയ്യും. സെയിം വീക്കിൻ്റെ തന്നെയൊക്കെ എക്സ്ട്രാ സെല്ല് ചെയ്യും. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് മെത്തേഡിലാണ് ഇവർ അഡ്ജസ്റ്റ്മെൻറ്റ് അവതരിപ്പിക്കാറുള്ളത്. ഞാൻ നോർമലി ചെയ്യാറുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ബിറ്റ് ഓപ്ഷൻ കൂടി ഞാൻ അതിൻ്റെ അത് ഉപയോഗിക്കും. അതിനെ ഞാൻ റെഫറൻസ് ട്രേഡ് എന്നാണ് പറയുക. എൻ്റെ കയ്യിൽ 18,000 സ്ട്രൈക്കിൻ്റെ ഒരു മന്ത്ലി സ്ട്രാഡിൽ ഇരിക്കുന്നുണ്ടെന്ന് കരുതുക. ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു 300-400 പോയിൻറ്റോളം താഴത്തോട്ട് വന്നു, അല്ലെങ്കിൽ ഒരു 500 പോയിൻറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊസിഷൻ ഇൻബാലൻസിലേക്ക് പോകും. ഉറപ്പായിട്ടറിയാം, കോളിന് പ്രീമിയം കുറയുകയും പുട്ടിൻ്റെ പ്രീമിയം കൂടുകയും ചെയ്യും. എൻ്റെ പൊസിഷൻ ഇൻബാലൻസിങ് സ്റ്റേജിലേക്ക് പോകും. ഈ ഒരു സമയത്ത് ഞാൻ എന്താ ചെയ്യുക, 18,000 സ്ട്രൈക്കിനെ റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട് 18,100 കോൾ ഓപ്ഷനോ 18 കോൾ ഓപ്ഷനോ 18,200 കോൾ ഓപ്ഷനോ ഒക്കെ എന്ത് ചെയ്യും, വീക്കിലി സെല്ല് ചെയ്തുകൊണ്ട് 5 രൂപയാകാം 10 രൂപയാകാം, ഇങ്ങനെ ഡിഫറെൻറ്റ് ലോട്ട്സ് 1, 2, 3 ലോട്ടുകൾ സെല്ല് ചെയ്തുകൊണ്ട് ഞാൻ എക്സ്ട്രാ പ്രോഫിറ്റ് എല്ലാ വീക്കിലിയും എടുത്തുകൊണ്ടേയിരിക്കും. അതിന് എനിക്കൊരു കൃത്യമായിട്ടൊരു ലോജിക്ക് ഉണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്ന ലോജിക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ കയ്യിൽ 18,000 സ്ട്രാഡിലാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മാർക്കറ്റ് ഒരു 500 പോയിൻറ്റ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റ് ഒരു 17,500 17,600 ലെവലുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ആദ്യം തന്നെ വീക്കിലി 18,100 അല്ലെങ്കിൽ 18,200 ഒരു ലോട്ട് വളരെ ബ്ലൈൻഡായിട്ട് സെല്ല് ചെയ്യും. എൻ്റെ ലോജിക്ക് അതൊരു ബ്ലൈൻഡ് ട്രേഡ് അല്ല, മറിച്ച് മാർക്കറ്റ് തിരിച്ചു വരികയാണെങ്കിൽ, മാർക്കറ്റ് തിരിച്ച് 18,000 വരികയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ സ്ട്രാഡിൽ മികച്ച പ്രോഫിറ്റ് തരും. ഉറപ്പാണല്ലോ, അതിന് നിങ്ങൾക്ക് ഡൗട്ടില്ല. പക്ഷേ വീക്കിലി സെല്ലായതുകൊണ്ട് തന്നെ 18,200 വളരെ പെട്ടെന്ന് ഡീക്ക് വരികയും മാർക്കറ്റ് തിരിച്ച് കയറി വന്നാലും എനിക്ക് വളരെ പെട്ടെന്നൊരു ലോസ് സംഭവിക്കാതിരിക്കുകയും ചെയ്യും. മാർക്കറ്റ് തിരിച്ച് 18,000 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ 18,200 ലോസ് അക്സെപ്റ്റ് ചെയ്യും. നേരെ മറിച്ച് മാർക്കറ്റ് 18 താഴെ തന്നെ നിൽക്കുകയും ആ വീക്ക് എക്സ്പയർ ആവുകയും ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു പേടിയോ ഒരു റിസ്ക്കോ ഇല്ലാതെ 18,200 ആ ഒരു 5 രൂപയാണോ 10 രൂപയാണോ ആ ഒരു പ്രീമിയം കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ എല്ലാ വീക്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമം ഒരു 25-30 രൂപ പ്രീമിയം എക്സ്ട്രാ സെല്ല് ചെയ്ത് കളക്ട് ചെയ്യാൻ പറ്റും. ഇത് ഒരു 10 ലോട്ട് സ്ട്രാഡിൽ മന്ത്ലി ഞാൻ ചെയ്തിട്ടാണ്
ഇത് ചെയ്യുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ചോളം വളരെ മികച്ച ഒരു റിട്ടേൺ എല്ലാ ആഴ്ചയും റെഫറൻസ് ട്രേഡിൽ നിന്ന് മാത്രം എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് പറയാം. സോ എൻ്റെ സ്ട്രാഡിലിനേക്കാളും മന്ത്ലി സ്ട്രാഡിലിനേക്കാളും ഒരു 300-400 പോയിൻറ്റ് വൺ സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഫസ്റ്റ് റെഫറൻസ് ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് റെഫറൻസ് ട്രേഡ് ഇപ്പോൾ 18,200 ആണെങ്കിൽ 18,200 ഞാൻ സെല്ല് ചെയ്തത് 10 രൂപയ്ക്കാണെങ്കിൽ, സോ ഈ 10 രൂപ പ്രീമിയം കുറഞ്ഞ് 5 രൂപയാകുന്ന സമയത്ത് ഞാൻ അതേ സ്ട്രൈക്ക് രണ്ടാമതും സെല്ല് ചെയ്യും. സോ രണ്ടാമത്തെ ലോട്ട് ഞാൻ സെല്ല് ചെയ്യും. ഈ ഒരു സമയത്ത് എൻ്റെ ആവറേജ് സെൽ റേറ്റ് 7 രൂപ 50 പൈസയായിട്ട് കുറയും. ഈ ഒരു സമയത്ത് ആ 2 ട്രേഡിൻ്റെ സെക്കൻഡ് ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ വയ്ക്കുക എന്ന് പറയുന്നത് ആ 7.5 ആയിരിക്കും. സോ ഈ 5 രൂപ എഗെയിൻ ഒരു 3 രൂപ അല്ലെങ്കിൽ 4 രൂപയാകുന്ന സമയത്ത് ഞാൻ എൻ്റെ തേർഡ് സെല്ല് കൂടി ചെയ്യും. അങ്ങനെ 3 സെല്ലിൽ നിന്ന് ഞാൻ ഉറപ്പായിട്ടും ഒരു 18 പോയിൻറ്റോളം അല്ലെങ്കിൽ 18 to 20 പോയിൻറ്റോളം കളക്ട് ചെയ്യും. 3 സെല്ലാണ് ഞാൻ നോർമലി ചെയ്യാറ്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ഫണ്ട് കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 3, 4, 5 ട്രേഡുകൾ ഇത്തരത്തിൽ റെഫറൻസ് ട്രേഡ് ചെയ്യാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം, നിങ്ങൾ സെല്ല് ചെയ്യുന്ന രണ്ടാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും ട്രേഡുകൾക്കിടെ ആവറേജ് സെൽ റേറ്റ് ആയിരിക്കണം എക്സ്ട്രാ സെല്ല് ചെയ്യുന്ന രണ്ടാമത്തെ സെല്ല് മുതലുള്ള എല്ലാ ട്രേഡുകൾക്കിടെയും സ്റ്റോപ്പ് ലോസ്. ഒരു ലെഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഓപ്പൺ ആയിട്ട് വയ്ക്കാം. പുട്ട് സൈഡാണ് നിങ്ങൾ എക്സ്ട്രാ സെല്ല് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ, അതായത് 18,000 സ്റ്റാർട്ടിൽ ചെയ്ത് മാർക്കറ്റ് 18,400 പോയി കഴിഞ്ഞാൽ പുട്ട് സൈഡായിരിക്കും നിങ്ങൾ എക്സ്ട്രാ സെല്ല് ചെയ്യുന്നത്. സോ ബ്ലാക്ക് സ്വാം ഇവൻറ്റ്സ് ഒക്കെ വരാൻ സാധ്യതയുള്ളത് പുട്ട് സൈഡിലോട്ടാണ് എന്നുള്ളത് കൊണ്ട് പുട്ട് സൈഡിൽ എല്ലാ ലെഗുകൾക്കും നമ്മൾ പ്രോപ്പറായിട്ട് ഹെഡ്ജ് കൊടുക്കുകയും പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. സോ കോൾ സൈഡിൽ നിങ്ങൾ ഹെഡ്ജ് പ്രോപ്പറായിട്ട് കൊടുക്കണം, പക്ഷേ സ്റ്റോപ്പ് ലോസ് ഒരെണ്ണത്തിന് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വെക്കുകയും ചെയ്യാം. ഈ രീതിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ സോ എല്ലാ വീക്കും നിങ്ങൾക്ക് വളരെ മികച്ച ഒരു റിട്ടേൺ ഇത്തരത്തിലുള്ള റെഫറൻസ് ട്രേഡിൽ നിന്ന് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്ന എൻ്റെ സീക്രട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് റെഫറൻസ് ട്രേഡ്. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഉറപ്പായിട്ടും ട്രേഡ് ടോക്സിനെ ഫോളോ ചെയ്യുക. അല്ല ഇത്തരത്തിലുള്ള അഡ്വാൻസ് ലെവലായിട്ടുള്ള ഓപ്ഷൻ സെല്ലിംഗ് മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ട്രേഡ് ടോക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ 2 month ഡ്യൂറേഷനിലുള്ള 10,000 rupees മാത്രം ഫീ ഉള്ള വളരെ മികച്ച കേരളത്തിൽ ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്തതിനേക്കാളും മികച്ച കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 year മെൻറ്റർഷിപ്പും 1 month ലൈവ് മാർക്കറ്റ് സപ്പോർട്ട് ഉൾപ്പെടെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെല്ലിംഗ് കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന ട്രേഡ് ടോക്സ് ടീമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോഴ്സിൽ നെക്സ്റ്റ് മന്ത് തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് വളരെ മികച്ച ഒരു ഓപ്ഷൻ സെല്ലർ ആകാനായിട്ട് സാധിക്കട്ടെ. ഗുഡ് ബൈ.